നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ടെക്നിക്കുകൾ ട്രൈ ചെയ്തിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളതല്ലാണ് ശരിക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ എന്താണ് എന്നുള്ളതാണ്. അതായത് വാട്ട് യു വാണ്ട് അല്ലെങ്കിൽ വാട്ട് യു ഡിസയർ എന്നുള്ളതല്ല, വാട്ട് യു ആർ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ്, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എനർജിയാണ്. നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ഓരോ തോട്ട്സിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ മെറ്റീരിയലിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ, നമ്മൾ എമിറ്റ് ചെയ്യുന്ന എനർജി എന്താണ്, അതിനെ അസോസിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണോ, ഞാൻ എന്താണ് പുറത്തേക്ക് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്, അത് മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പരീക്ഷിച്ച് നോക്കിയാലും നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ഇന്നർ വേൾഡിൽ നമ്മൾ ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ റിച്ച് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ പണമുള്ള ഒരാളാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാനൊരു ദരിദ്രനാണ് എന്നുള്ളൊരു ഫീല് ഉണ്ട്, അല്ലെങ്കിൽ ആ ചിന്തകളാണ്, ആ ഫ്രീക്വൻസിയിലാണ് ഞാനുള്ളതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതൊന്നും മാനിഫെസ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഔട്ടർ വേൾഡിൽ, നമ്മുടെ ചുറ്റും എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവും നമ്മളും തമ്മിലൊരു സെപ്പറേഷൻ ഇല്ലാത്ത വിധം അതുള്ള ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വരുന്നത്, അന്നേരം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു കാര്യം നേടാൻ പല പ്രവർത്തികളും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഇത് നടക്കുമോ, ഇതെങ്ങനെ നടക്കും, അങ്ങനെയുള്ള ചിന്തകളുണ്ടോ, അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോഴും ദരിദ്രനല്ലേ, എങ്ങനെയുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ആദ്യം നമ്മളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ആരാണോ എന്നുള്ളത് മാറണം. നമുക്ക് എന്താണോ വേണ്ടത് ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സും നമ്മുടെ ആക്ഷൻസും ഒരുപോലെ അലൈൻ ചെയ്താൽ മാത്രമാണ് ഒരു മാനിഫെസ്റ്റേഷൻ ഇഫക്റ്റീവായിട്ടുള്ള നടക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്. അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.